ഹരേ കൃഷ്ണ. രാധേ രാധേ. കണ്ണൻ്റെ ഒരു കഥ കേട്ടാലോ? ഒരു ദിവസം യശോദമ്മ തൈർ കടയുകയായിരുന്നു. കണ്ണൻ അതാ ഓടി വരുന്നു. എന്താ കണ്ണാ, ഇന്ന് നേരത്തെ ഉണർന്നുവോ? അമ്മേ, എന്നെ കുളിപ്പിക്കുമോ? എന്നെ കാത്ത് ഗോപികമാരും ഗോപന്മാരും വനത്തിലിരിപ്പുണ്ട്. വേഗത്തിൽ പോകണം. അതിനെന്താ കണ്ണാ, അമ്മ കുളിപ്പിക്കാമല്ലോ. യശോദമ്മ കണ്ണനെ കുളിപ്പിച്ചു. നെറ്റിയിൽ ഗോപി തൊടിപ്പിച്ചു. വിടർന്ന കണ്ണുകളിൽ അഞ്ജനമെഴുതിയും മയിൽപീലി ചൂടിയും തിരുമുടി കെട്ടിവെച്ചും മകരകുണ്ടലങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ടും താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ പൊന്നിച്ചിലമ്പണിഞ്ഞും മഞ്ഞ പട്ടൊടിപ്പിച്ചും അതിസുന്ദരനായി അണിയിച്ചൊരുക്കി. വെണ്ണയും പാലും അതിവരുവോളം കൊടുത്തു. കണ്ണനെ ആരും കണ്ണു വയ്ക്കാതിരിക്കുവാൻ ദീപം കൊളുത്തി ഉഴിഞ്ഞു. കണ്ണാ, വികൃതികളൊന്നും കാട്ടരുത് ട്ടോ. കണ്ണൻ കള്ളച്ചിരിയോടെ ഓടി. കണ്ണൻ പോകുന്നത് നോക്കി യശോദമ്മ നിന്നു. ഇങ്ങനെ ഒരു പുത്രനെ തന്നതിൽ വിഷ്ണു ഭഗവാനോട് നന്ദി പറഞ്ഞു. കണ്ണൻ വനത്തിലെത്തിയപ്പോൾ കൂട്ടുകാരെല്ലാം കണ്ണനെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഒരു വശത്ത് ഗോപന്മാരും മറുവശത്ത് ഗോപികന്മാരും രാധയും ഉണ്ടായിരുന്നു. കണ്ണൻ ആരും അറിയാതെ പതുങ്ങി പതുങ്ങി ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചു നിന്നു. അവർ എന്താണ് പറയുന്നത് എന്നറിയാൻ. രാധ പറയുന്നു, എൻ്റെ കൂടെ മാത്രമാണ് കണ്ണനുള്ളത് എന്ന്. ഗോപികമ്മ പറയുന്നു, ഞങ്ങളുടെ കൂടെ കണ്ണനുണ്ടെന്ന്. കണ്ണൻ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് തലയാട്ടി. കണ്ണൻ അവരുടെ അടുത്തെത്തുകയും എല്ലാവരും നൃത്തം വയ്ക്കുവാനും തുടങ്ങി. ആദ്യം കണ്ണൻ രാധയുടെ അടുത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങി. പെട്ടെന്നാണ് രാധ അത് കണ്ടത്. ഓരോ ഗോപികമാരുടെ കൂടെയും ഓരോ കൃഷ്ണന്മാർ. രാധ അത്ഭുതത്തോടെ നോക്കി നിന്നു. കണ്ണാ, അതെന്താ? ഓരോ ഗോപികമാരുടെ കൂടെയും ഓരോ കണ്ണന്മാർ. കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാധേ, രാധ തന്നെയല്ലേ ഞാൻ. എന്നിൽ നീ എപ്പോഴുമുണ്ട്. സർവവും ഞാൻ തന്നെയല്ലേ. എന്നെ പ്രേമത്തോടു കൂടി ആര് വിളിക്കുന്നുവോ അവരുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും. നന്മ ചെയ്യുന്നവരെ രക്ഷിക്കുവാനും തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുവാനുമാണ് ഞാനുള്ളത്. രാധ പറഞ്ഞു, കണ്ണാ, എന്നെ വിട്ട് എങ്ങും പോകരുത് ട്ടോ. കണ്ണനെ കാണാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കുവാൻ സാധിക്കുകയില്ല കണ്ണാ. പെട്ടെന്ന് കണ്ണൻ നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായി. ഇത് കാണുമ്പോൾ രാധയ്ക്ക് ഭയങ്കര സങ്കടമാവും. ഇടയ്ക്കിടയ്ക്ക് രാധയെ കണ്ണൻ പറ്റിച്ചു കളിക്കും. പല രൂപത്തിൽ പല ഭാവത്തിൽ കണ്ണൻ രാധയുടെ അടുത്ത് വരും. ചിലപ്പോൾ വെളുത്ത കണ്ണനായിരിക്കും, ചിലപ്പോൾ കാർമേഘത്തിൻ്റെ നിറമായിരിക്കും കണ്ണന്, അല്ലെങ്കിൽ നീല ശ്യാമവർണ്ണനായും കാണും. ഇത് രാധയ്ക്ക് മാത്രം കാണുന്നതായിരിക്കും. കളിയും ചിരിയുമായി നേരം പോയതറിഞ്ഞില്ല. വൃന്ദാവനം ആകെ ഇരുട്ട് വ്യാപിച്ചു തുടങ്ങി. കണ്ണൻ പറഞ്ഞു, നമ്മുടെ ഭവനങ്ങളിലേക്ക് പോയാലോ? അമ്മ നമ്മളെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. ഗോപന്മാരിൽ ഏറ്റവും വലിയ ആളുടെ തോളിൽ ഇരുന്നാണ് കണ്ണൻ്റെ പോക്ക്. ഓടക്കുഴൽ ഊതിയാണ് കണ്ണൻ്റെ ഇരിപ്പ്. കണ്ണൻ്റെ വരവ് കാണാൻ വൃന്ദാവനത്തിലെ ഗോപികമാരെല്ലാം നിൽപ്പുണ്ടാവും. അത്രയ്ക്ക് ഭംഗിയാണ് കണ്ണനെ കാണാൻ. ഇരുട്ടത്ത് പോലും കണ്ണൻ്റെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ടാവും. കൃഷ്ണൻ്റെ വരവ് കണ്ട യശോദമ്മ കണ്ണനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. ഈ കഥ കണ്ണൻ്റെ കാൽക്കൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.